അച്ചായൻസ് ജ്യൂസ് വേൾഡിൽ വന്നാൽ അവിൽ മിൽക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളോട് എത്തിയിരിക്കുകയാണ്. ആൾക്കാർ തൃപ്തിയോടെ കഴിക്കുക. ഒന്നാമത്തെ കാര്യം വന്നിട്ട് തൃപ്തിയോടെ കഴിക്കുക. കടിക്കാനും പറ്റും, കുടിക്കാനും എല്ലാം കൂടെ അങ്ങോട്ടിട്ട് ഇളക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു എല്ലാ കൂട്ടും ഫ്ലേവർ എല്ലാം ഒരുമിച്ച് ഇഷ്ടപ്പെട്ടു. ആദ്യം പറഞ്ഞൊക്കെ പിന്നെ വിളിച്ചിട്ട് ഇതാണ് ഏറ്റവും പറ്റുന്നത്. എന്തൊക്കെ ഉണ്ട് ഇതിനകത്ത്? പാല്, തേന്, അണ്ടിപ്പരിപ്പ്. നിങ്ങൾ എത്രയാണ് കൊടുക്കുന്നത്? 60 രൂപ. ഏതൊരു രഹസ്യ പൊടിയുണ്ട്, അത് മാത്രം പറഞ്ഞു തരില്ലെന്നല്ലേ? സീക്രട്ടാണ്. നമസ്കാരം. നമ്മൾ ആറ്റിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ കല്ലമ്പലത്ത് നിന്നോ അവിടെ ആർക്കെങ്കിലും ഒരു അവിൽ മിൽക്ക് കുടിക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് വന്നാലേ കിട്ടുള്ളൂ. അത് ഈ ആലങ്കോട് കൊച്ചുകുളയുള്ള അച്ചായൻസ് ജ്യൂസ് വേൾഡിലാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പലപ്പോഴും ഞാൻ ഈ കട ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ അവിൽ മിൽക്ക് ഞാൻ അവസാനമായി കഴിച്ചത് കോഴിക്കോട് നിന്നാണ്. പിന്നെ ട്രിവാൻഡ്രം ഭാഗത്തുനിന്ന് ഞാൻ കഴിച്ചിട്ടില്ല. എന്തായാലും ഞാനിപ്പോൾ തപ്പിയപ്പോൾ കുറച്ച് പേരുടെ പറയുകയും ചെയ്തു. ഈ പറഞ്ഞ അച്ചായൻസ് ജ്യൂസ് വേൾഡിൽ വന്നാൽ അവിൽ മിൽക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളോട് എത്തിയിരിക്കുകയാണ്. എൻ്റെ പേരെന്താ? സിംസൺ. എത്ര കാലമായി കടോടം കേട്ട്? ഞാൻ മിക്കറിയ ബോർഡ് കാണാറുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ. 1 വർഷമായി. അത് തന്നെ. എൻ്റെ 1-2 പേര് ഇങ്ങനെ പറയുകയും ചെയ്തു ഇവിടെ അവിൽ മിൽക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് അന്ന് കോഴിക്കോട് നിന്ന് കഴിച്ച അവിൽ മിൽക്കിന്റെ ടേസ്റ്റാണ് നാവിൽ കിടക്കുന്നത്. അതേപോലെ ചെയ്യണം. ശരി ശരി. നോർമലി ഉപയോഗിക്കുന്നത് പഴമാണ് ഇതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ പഴം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ രീതിയിൽ ചെയ്യുന്നുണ്ട്. ബട്ടർ സ്കോച്ച് വെച്ചിട്ടുള്ളത് അവിൽ മിൽക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതിപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് കാണിച്ചു തരും. ശരി ശരി. ഓക്കെ. പിന്നെ എന്നോട് ചേട്ടൻ ആമുഖമായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഏതൊരു രഹസ്യ പൊടിയുണ്ട്, അത് മാത്രം പറഞ്ഞു തരില്ലെന്നല്ലേ? സീക്രട്ടാണ്. അപ്പോൾ ചേട്ടാ അതിൽ ആദ്യമായിട്ട് ബട്ടർ സ്കോച്ച്. ഇപ്പോൾ ഒരുപാട് കലോറി കയറുമല്ലേ? ഇനി നെക്സ്റ്റ് പഞ്ചസാര. പഞ്ചസാര, ഫ്രൂട്ടി അല്ലേ? ഷുഗർ പേഷ്യൻ്റ് എല്ലാം കഴിയും തട്ടിപ്പോകില്ല കേട്ടോ. ഇനി അടുത്ത നെക്സ്റ്റ് കപ്പലണ്ടി. ഓക്കെ. കപ്പലണ്ടി. പിന്നെ അടുത്ത നെക്സ്റ്റ് ഐറ്റം. അപ്പം തന്നെ 1, 2, 3 ഐറ്റം ആയല്ലേ? ഇതാണ് പ്രധാനപ്പെട്ട സാധനം അല്ലേ? എന്താണ് ഈ സാധനം? ഇത് നമ്മുടെ പാല്, പിന്നെ തേന്, അണ്ടിപ്പരിപ്പ് പൊടി, പിസ്ത പൊടി, എല്ലാം കൂടെ ഇട്ട് സെറ്റാക്കി സാധനം. അപ്പം എന്തൊക്കെ ഉണ്ട് ഇതിനകത്ത്? പാല്, തേന്, അണ്ടിപ്പരിപ്പ്. നിങ്ങൾ എത്രയാണ് കൊടുക്കുന്നത്? 60 രൂപ. 60 രൂപയ്ക്ക് മുതലാവും ഒത്തിരി സാധനം. 60 രൂപ. ഇവിടെ നടക്കുന്ന ഏത് സാധനം 60 രൂപ. ഇപ്പോൾ നമ്മൾ അപ്പോൾ അവിലോ? ഇടുന്നുണ്ട്. ഇത് ഇനി ഇളക്കണം. ഓക്കെ. ഇനി അടുത്ത് ഇളക്കാൻ പോകും. ശരി. എല്ലാം കൂടെ അങ്ങോട്ടിട്ട് ഇളക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു എല്ലാ കൂട്ടും ഫ്ലേവർ എല്ലാം ഒരുമിച്ച്. ഇപ്പം തന്നെ ബട്ടർ സ്കോച്ച്, ടൂട്ടി ഫ്രൂട്ടി, പഞ്ചസാര, കപ്പലണ്ടി, പിന്നെ എന്താ പാല്. ഇത് പഴമുണ്ട്, ഇത് അണ്ടിപ്പരിപ്പുണ്ട്, പിസ്ത പൊടിയുണ്ട്, പഴമുണ്ടല്ലേ? പഴമുണ്ട്. ഓക്കെ. ഇതെല്ലാം കൂടെ അരച്ച് വെച്ചേക്കാണ്. ആവശ്യത്തിന് മിക്സ് ചെയ്ത് കൊടുക്കും. ഒരു കൂട്ട് ഏകദേശം ഈ ഒരു പരിപാടി ഏകദേശം ക്ലിയർ.
ഇതിന്റെ കൂട്ട്. ഇനി നമ്മൾ ഇതിലോട്ട് അവിലിടണം. ഹലോ, എൻ്റെ ഹസ്ബൻഡാണ്. ഇതാണ് അവില്. ഓക്കെ, ഇത് ഇങ്ങനെ പോകുന്ന തന്നെ അവിലല്ലേ. അത് വീണ്ടും മിക്സ് ചെയ്യണം അല്ലേ? ഇനി പിന്നെ മിക്സ്. അവില് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം അല്ലേ? ഇപ്പോൾ നമ്മുടെ ഏതൊക്കെ ഇനി അടുത്ത വരുന്ന ഐസ്. ഇനി ഐസ് വരും. ഇനി ഐസ്. ഓ, ആൾറെഡി പഴമൊക്കെ തണുത്തിരിക്കുകയല്ലേ? ഇനിയിപ്പോൾ ഐസ് അല്ലേ? ഐസ് ഇട്ടിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് ഇളക്കി വിടുമ്പോൾ മിക്സ് ആവും. ഇത് സോളിഡാണോ? ഇത് നമുക്ക് കുടിക്കാനായിട്ട് പറ്റത്തില്ലേ? കുടിക്കാൻ പറ്റും. ഓക്കെ, ഇനിയുണ്ട് പരിപാടി. ഇനിയുണ്ട് പരിപാടി. കഴിഞ്ഞിട്ടില്ല. ഇല്ല, നിങ്ങൾക്ക് എങ്ങനെയായിട്ട് അറിവിലേക്ക് പോകാനാണ്? ഇതിനിപ്പോൾ നമ്മൾ നല്ലപോലെ ഇടിച്ച് ഇതാക്കി എടുക്കുകയാണ്. ഏകദേശം കുറുകുറായില്ലേ. ഇനി കുറച്ച് വെള്ളം. ഇനി ഇതിൽ വേറെ കുറേ പരിപാടികളുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഫ്ലേവേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ ചോക്ലേറ്റ് വേണം, ചോക്ലേറ്റ്, പിസ്ത, സ്ട്രോബെറി, നമുക്ക് ഏത് വേണം ആഡ് ചെയ്യാം. അങ്ങനെ ഇതിൽ ഒരു ഇതും വരുന്നു. ശരി ശരി. നമുക്ക് കസ്റ്റമറിന്റെ സന്തോഷമാണ് വേണ്ടത്. ഇഷ്ടപ്പെട്ടാലേ വീണ്ടും വരുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഗ്ലാസ് എടുക്കുക, അതിലോട്ട് അങ്ങോട്ട് ഒഴിക്കാം. ശരി, ഒന്ന് ഒഴിക്കുക കേട്ടോ. ഇൻഗ്രീഡിയൻസ് മാത്രമല്ല, അത്യാവശ്യം പണിയുണ്ടല്ലേ? ശരീരമാണെങ്കിൽ പണി ചെയ്യണം അല്ലേ? ഓക്കെ 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 ഓക്കെ. സ്പൂണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഏതായാലും ഞാനൊന്ന് കുടിച്ചു നോക്കാൻ പോകണം കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഇത് ഇനി അടുത്തതിന് കഴുക്ക് ഷേക്കുണ്ട്. ഇവിടെ കാണുക, കടിക്കാനും പറ്റും, കുടിക്കാനും കുടിക്കാനും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വിശപ്പ് അറിഞ്ഞു വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി. പക്ഷെ അപ്പോഴേ പോകും. ഒന്നും കഴിച്ചാൽ 60 ഫുൾ മീൽ കഴിക്കുന്ന. അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയിട്ട് 5 കടിയും മേടിച്ച് ഒരു ചായ മേടിക്കുമ്പോൾ 10-60 രൂപയായി. ഇതാകുമ്പോൾ ഒറ്റ നേരത്തിൽ അങ്ങ് കഴിച്ചു കഴിയുമ്പോൾ അങ്ങ് തീരും. നാക്ക് പോകണം. തണുപ്പാലോ. അടുത്ത നിങ്ങൾ ഏറ്റവും ഇവിടെ പോകുന്ന സാധനമാണോ? നെക്സ്റ്റ് അടുത്ത കരിക്ക് ഷേക്ക്. കരിക്കില്ലല്ലേ? കരിക്ക് ഷേക്ക് ഉണ്ടാ? നമുക്കിപ്പോൾ റെഡിയാക്കാണ്ട് അല്ലേ? അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതിന് ആ ഒരു ടേസ്റ്റ് നല്ലൊരു കയറത്തുള്ളൂ. ഓ, ശരി ശരി. പാല് വരുമോ? പാലും വരും. പാല് ഇതിൽ വരുന്ന പാലുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, നമ്മുടെ ഇത് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മെയിൻ ഇതിൽ വരുന്ന ഏറ്റവും കൂടുതൽ കരിക്കുണ്ടെങ്കിൽ സാധനം ടേസ്റ്റാണ്. ഇതിൽ വേറെ എല്ലാം നാച്ചുറലാണ്. എന്ന് വെച്ചാൽ ഇതിൽ പൊടി അങ്ങനത്തെ ഒരു സാധനമില്ല. വേണമെങ്കിൽ ആൾക്കാർക്ക് മുമ്പിൽ വേണമെങ്കിൽ നമ്മൾ ഉണ്ടായി കാണിക്കും. അപ്പോൾ അവർക്കിപ്പോൾ ഇത് പിടിച്ചില്ല, നമുക്ക് വേറെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഓൾറെഡി ഇവിടെ നാടൻ കരിക്ക് വരുന്നുണ്ട്. കരിക്ക് വെട്ടി നമ്മൾ ഷേക്കടിച്ച് കാണിച്ചും കൊടുക്കും. അങ്ങനെ ഇപ്പോൾ കാണിച്ചത് ഇത് ഒഴിച്ച് കരിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിലിപ്പോൾ കരിക്ക് പാല് ഒഴിച്ചിട്ടുണ്ട്. പാലെല്ലാം ഒഴിച്ചു. ഇതിപ്പോൾ ഓൾറെഡി സെറ്റാണ്. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ ഉണ്ടാകുന്നതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ശരിയാക്കും. ഫ്ലേവറിലും ആഡ് ചെയ്യും. അത് അണ്ടിപ്പരിപ്പ് ചേർത്ത് അതിനകത്ത് അണ്ടിപ്പരിപ്പ് എല്ലാം ചേർത്ത് പാലും അണ്ടിപ്പരിപ്പും ഒരാളൊന്ന് കുടിച്ചിട്ട് പോയുള്ളൂ. അല്ല, പാലും അണ്ടിപ്പരിപ്പും കരിക്കും അതാണ് അടിച്ചേക്കുന്നത്. വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇത്ര സാധനമേ ഉള്ളൂ. ശരി ശരി. ഏത് ഗ്ലാസ്സിലേക്ക് മാറ്റിയതല്ലേ? ഇനി ഗ്ലാസ്സിലോട്ട് മാറ്റുക. ശരി ശരി. ഇതിൽ വരുന്നത് ബട്ടർ സ്കോച്ച് അല്ലേ? അത് ഗ്ലാസിന്റെ സൈഡിലേക്കും കുഴിക്കും അല്ലേ? അപ്പോൾ ഒരു കാണാൻ ഒരു സുഖം ഉണ്ടാവും അല്ലേ? കുറച്ച് ഇത് ഓവറായി പോയാൽ ടേസ്റ്റ് പോകും. കരിക്കിന്റെ ടേസ്റ്റ് പോകും. ഓ, അങ്ങനെയുണ്ടല്ലേ? ഇതിനടുത്തത് ടൂട്ടി ഫ്രൂട്ടിന് മുകളിൽ വരും. ഒരു ഭംഗിക്കല്ലേ? ഒരു ഭംഗിക്ക് ടൂട്ടി ഫ്രൂട്ടി. അത് കുറച്ച്, അത് ഓവറായ കരിക്കിന്റെ ടേസ്റ്റ് കുറച്ച് കപ്പുണ്ട്. പിന്നെ ഇതിൽ തന്നെ കരിക്ക് ഷേക്കിൽ പല ഇതുണ്ട്. എന്ന് വെച്ചാൽ ബൂസ്റ്റ്, ഹോർലിക്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്.
ഓക്കെ 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 ഓക്കെ. ഇതിലിപ്പോൾ കരിക്ക് ഷേക്ക് ബട്ടറാണ്. ഇപ്പോൾ കരിക്ക് ഷേക്ക് ചോക്ലേറ്റ് ഉണ്ട്. ചോക്ലേറ്റ് ഉണ്ട്. കരിക്ക് ഷേക്ക് പിസ്ത, കരിക്ക് ഷേക്ക് ബൂസ്റ്റ്, കരിക്ക് ഷേക്ക് ഹോർലിക്സ്, കരിക്ക് ഷേക്ക് ചോക്ലേറ്റ്. മതി മതി. പിന്നെ ഒറിഡോ, കരിക്ക് ഷേക്ക് ഒറിഡോ, അങ്ങനെ ആവശ്യം പോലെ ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ഇപ്പം നിലവിലിപ്പോൾ ഏറ്റവും കൂടെ പോകുന്നത് നോർമൽ നാച്ചുറൽ കരിക്ക് ഷേക്ക്. അതാണ് പോകുന്നത്. നോർമൽ പോകുന്നത്. നിങ്ങൾ മറ്റേ സാധനം അവിൽ മിൽക്ക് സൂപ്പർ ഉണ്ടോ? കഴിച്ചു നോക്കിയില്ല, കഴിച്ചു നോക്കാൻ പോണേ ഉള്ളൂ. വീണ്ടും ബട്ടർ സ്കോച്ച്. അതെ, അത് ഓവറായി പോയാൽ അതിൻ്റെ ഒരു ശരി. ഇത് കുടിക്കാം, അതും കോരി കഴിക്കാനേ പറ്റും. കഴിക്കാം, കുടിക്കാം. ശരി, നോക്കാം, ടേസ്റ്റ് നോക്കാം. അടിപൊളി. എന്താ അന്തസ്. സംഭവിച്ചു. ഇനി അടുത്ത വരുന്നുണ്ട് മാംഗോ ഷേക്ക്. റീഫ്രഷ് ആവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് രാവിലെ മുതൽ ഓട്ടോ വരും. ഏകദേശം വൈകുന്നേരം ഒരു 5:30 മണി കഴിഞ്ഞു. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. 2 സിപ്പ് കഴിച്ചപ്പോഴത്തേക്ക് റീഫ്രഷ് ആയി ബോഡിയൊക്കെ. ഒരു കുളിർമ. ഇത് അടുത്ത മാംഗോ ഷേക്ക്. എന്തൊക്കെയാണ് ചേരുന്നത് പറയാം? ഇത് മാംഗോ ഷേക്കിൽ നോർമല് നമ്മുടെ മാങ്ങ, പിന്നെ പഞ്ചസാര, പിന്നെ പാല്, പിന്നെ ഞാൻ പറഞ്ഞ ഒരു പൊടി, ഒരു പൊടി, പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എന്ന് വെച്ചാൽ ഷുഗർ എല്ലാം ഇത് തന്നെ. ഇത്ര മതി. പാലില്ലെങ്കിൽ ഞാനത് ടേസ്റ്റ്. പാലില്ലെങ്കിൽ അത് ജ്യൂസ്. പാലാണ് നിങ്ങൾ മെയിൻ. അതിലേക്ക് പാൽ, നല്ല നാടൻ പശുവും പാലെന്ന് പറഞ്ഞ് വരുന്ന പാക്കറ്റ് പോലെ അതാ യൂസ് ചെയ്യുന്നത്. ഇതും കുടിച്ച് നോക്കിയിട്ട് പറഞ്ഞു. ശരി, ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നു അല്ലേ? ഗ്ലാസ് എടുത്തോ? ഇല്ലല്ലോ, എടുക്കാം. എന്താണ് സംഭവം? മാംഗോയുടെ അല്ലേ? മാംഗോയുടെ ഇതാണ് പൾപ്പാണ്. ഓ ശരി 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 ശരി. അപ്പോൾ അതാണ് ഇതിൽ ചേർക്കുന്നത്. ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് ഒഴിക്കും. ആ, ഈ മാംഗോയുടെ പൾപ്പൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണോ? കിട്ടുമല്ലേ? ആൾക്കാർ ചിന്തിക്കണെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഡേഞ്ചറാണ്, മറ്റേതാണ്. എന്ത് വില വരും ഈ മാംഗോയുടെ പൾപ്പിനൊക്കെ? ഇത് വരുന്നത് ഒന്നിന് ഒരു 205. അത്രേ ഉള്ളൂ? ശരി ശരി ശരി. ഇപ്പോൾ നമ്മളടുത്ത ഷേക്ക് അങ്ങോട്ട് ഒഴിക്കും. ഷേക്ക് അങ്ങോട്ട് ഒഴിക്കുന്നു. ഓക്കെ. ഷേക്ക് ഒഴിച്ച് അടുത്ത നമ്മൾ ചെയ്യുന്ന മാംഗോ. മുറിച്ച് വെച്ച മാംഗോ അത് അതിന് പുറത്തുകൂടെ അല്ലേ? ഇപ്പോൾ നമ്മൾ മാംഗോ ഇട്ടല്ലോ. ഇനി അടുത്തത് ടൂട്ടി ഫ്രൂട്ടി. ഓക്കെ ഓക്കെ. എനിക്ക് തന്നെ അതൊരു കടി കിട്ടാൻ വേണ്ടിയാണെന്ന് എന്താ വെച്ചാൽ നമ്മൾ ആ കഴിക്കുന്ന സമയത്തുള്ള ആ ഒരു നാച്ചുറൽ അവർക്ക് ഫീൽ ചെയ്യണം. മനസ്സിലായി. ടൂട്ടി ഫ്രൂട്ടി കപ്പലണ്ടി ഉണ്ട്. ഒഴിച്ചു വിടാൻ പറ്റുന്ന സാധനം ടൂട്ടി ഫ്രൂട്ടിയും കപ്പലണ്ടിയും പാലും ആണല്ലേ? ഇവരില്ലെങ്കിൽ ആ ഒരു ഇതില്ല. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കഴിക്കണോണ്ട് വല്ല ആരോഗ്യ പ്രശ്നം ഉണ്ടാവും? ഒരു കുഴപ്പമില്ല. കാര്യം പപ്പയ്ക്കാണ് ടൂട്ടി ഫ്രൂട്ടി എന്ന് പറഞ്ഞാൽ പപ്പയ്ക്കാണ്, അല്ല വേറെ ഒന്നുമല്ല. ഓ ശരി. അതിൽ നാച്ചുറൽ വല്ല കളർ മുക്കി വരുന്നതാണ് ടൂട്ടി ഫ്രൂട്ടി. ഓക്കെ. ഇതൊരു പുതിയ അറിവാട്ടോ. അത് പപ്പയ്ക്കാണെന്ന് പറഞ്ഞാൽ പുതിയ അറിവാണ്. പപ്പയ്ക്കാണ് ടൂട്ടി ഫ്രൂട്ടി. നമ്മളത് ആ ടേസ്റ്റ് ചെയ്ത് നോക്കാതെ മനസ്സിലാവും. ഇനി അടുത്ത കപ്പലണ്ടി അടിപൊളി അന്തസ്. ഇനി അടുത്ത ഇതിൻ്റെ മാംഗോയുടെ പൾപ്പ് വീണ്ടും ഒഴിക്കും അല്ലേ? ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അല്ലേ? ഏതാണ് ഈ മാംഗോ ഷേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മൾ അതിനായിട്ടുള്ള ഒരു ഇത് നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചിരുന്നു. നമുക്ക് എല്ലാം സിമ്പിളാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ആദ്യം പറഞ്ഞൊക്കെ പിന്നെ വിളിച്ചിട്ട് ഇതാണ് ഏറ്റവും പറ്റുന്നത്. കാര്യം പറയാം, ഇവിടെ നമ്മൾ നാച്ചുറൽ എല്ലാം നാച്ചുറൽ. ഇവിടെ ഉണ്ടാകുന്ന ഏതാണ് നാച്ചുറൽ, കെമിക്കലാണ് കാണില്ല യൂസ് ചെയ്യും. ഗംഭീരം കേട്ടോ, അടിപൊളി.
എല്ലാം മാങ്ങയും കൂടെ അരിഞ്ഞിടുമ്പോൾ അതും കൂടെ ചവയ്ക്കുമ്പോൾ ആ ഒരു ഫീൽ വരും. ഒരു പൂ ചോദിച്ച് വന്ന് ഒരു പൂക്കാലം കിട്ടിയ സന്തോഷത്തിലാണ് നിങ്ങൾ വിസ്മയ ടീം. കാരണം ഞാൻ ഈ അവിൽ മിൽക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി, കാരണം ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്, അതിവിടെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ ഈ അച്ചായൻസ് ജ്യൂസ് ഫീൽഡ് അല്ലേ. ഇവിടെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം നമുക്ക് വേറെ 2 ഡ്രിങ്ക്, ഒരു കരിക്കിൻ ഷേക്കും ഒരു മാംഗോ ഷേക്കും കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തന്നു. പക്ഷെ ഇപ്പോഴും പുള്ളി ഇതിലിടുന്ന ഒരു രഹസ്യ പൊടി എന്തോ ഒരു ടേസ്റ്റ് മന്ത്രം അത് പറയുന്നത് ഇല്ല, അത് പറയില്ല. ആ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ ഒരു അച്ഛൻ പറഞ്ഞു തന്ന ആ ഒരു കൂട്ട, അത് നമ്മളങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഇത് അതൊരു രഹസ്യപ്പൊടിയാണ്. അതാണ് ആൾക്കാർക്ക് ടേസ്റ്റ് വരാനുള്ള ഒരു കാര്യം. അതേപോലെയാണ് നമ്മുടെ ഈ അച്ചാർ. ഇപ്പോൾ നമ്മൾ ഇവിടെ പുറത്തിട്ടിരിക്കുന്ന ഉപ്പിലിട്ട അച്ചാറുകൾ, അതിലൊരു സീക്രട്ട് ഉണ്ട്, അതും പറയത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതെല്ലാം നമുക്കിങ്ങനെ പറഞ്ഞ് തരുന്ന ഒരു കൂട്ടുകളാണ്. നമ്മൾ തന്നെ ഇവിടെ ചെയ്യുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഇവിടെ വേറെ ഒരു മറ്റേ എന്ന് വെച്ചാൽ കെമിക്കൽ ഐറ്റംസ് ഒന്നും എല്ലാം നാച്ചുറലാണ്. എല്ലാ സാധനം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ അച്ചാർ ഇടുന്നതാണെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിലെടുക്കും. ചൂടുവെള്ളത്തിലാണ് നോർമലി ഇടുന്നത്. നോർമലി ആൾക്കാരാണെങ്കിൽ പറയുന്നത് പച്ചവെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പുവെല്ലാം ഇതങ്ങനെ വരും. എല്ലാം പെർഫെക്റ്റ് ആണ്. ശരി. ആൾക്കാർ തൃപ്തിയോടെ കഴിക്കുക. ഒന്നാമത്തെ കാര്യം വന്നിരുന്ന് തൃപ്തിയോടെ കഴിക്കുക. ഈ ഒരു ഗ്ലാസിൻ്റെ സൈഡ് ഇപ്പോൾ കണ്ട എത്ര ml? എത്ര ml? ഒരു 300 ml ഉണ്ടാവില്ല. ഇത് 370 ml. 370 ml. ഓക്കെ. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി ഇപ്പോൾ നമ്മൾ ഈ ഒഴിക്കുന്ന ഈ സാധനത്തിന് ഇപ്പോൾ കുറേ ഒരു 1/2 കിലോ ആൾക്കാർ സുഖമായിട്ട് വന്നിരുന്ന് കഴിക്കേണ്ടതാണ്. ഒരെണ്ണം കഴിച്ചാൽ വേറെ ഇതാവും, വിശപ്പ് പോവും, അത്രയും കലോറി ഓടിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. ഏതായാലും ഞാൻ അവിൽ മിൽക്ക് എന്താണെന്ന്, അല്ലെങ്കിൽ ഞാൻ പണ്ട് കഴിച്ച ടേസ്റ്റ് എപ്പോഴും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി എന്നാണ്. അത് സൂപ്പറായിരുന്നു. പക്ഷേ ഒന്നുണ്ടാക്കി അടുത്തുണ്ടാക്കുമ്പോൾ ഞാൻ പറയും ഇതാണ് ടേസ്റ്റ് എന്ന്, അടുത്തുണ്ടാകുമ്പോൾ ഇതാണ് ടേസ്റ്റ് എന്ന്. അങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ നിവൃത്തിയില്ല, കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അത് മാത്രമല്ല വളരെ റീസണബിൾ പ്രൈസാണ്. 60 രൂപയ്ക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ഈ പറയും പോലെ 370 ml ഒരു ഷേക്കൊക്കെ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ 60 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ മേലുള്ള ഐസ്ക്രീം ആണെങ്കിൽ 10 രൂപ കൂടും അല്ലേ? ഐസ്ക്രീം ആണെങ്കിൽ 10 രൂപ കൂടും. അതിൽ ഏത് ഫ്ലേവറാണോ നമ്മൾ ചെയ്യും, അത് 10 രൂപ. നമ്മൾ അങ്ങനെ ആ ഒരു ഇതില്ല, കൂടുതൽ മേടിക്കും. 5 സ്റ്റാർ ഡിസൈനും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് 5 സ്റ്റാർ മോഡലായാലും ഹോട്ടലിൽ ഇപ്പോൾ 5 സ്റ്റാർ ആയാലും പഴയ വില. ഏതായാലും ഞാൻ നമ്മുടെ സാംസൺ ചേട്ടൻ എൻ്റെ എല്ലാവിധ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കാരണം ഒരു ഐറ്റം, ഒരു അവിൽ മിൽക്ക് പ്രതീക്ഷ വന്ന് ഞങ്ങൾക്ക് അടുത്ത 2 ഷേക്കുകൾ ഉണ്ടാക്കി കാണിച്ചു തന്നു. പിന്നെ ആ ട്രേഡ് സീക്രട്ട് പറയില്ല, അത് അവരുടെ ട്രേഡ് സീക്രട്ടാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. ബിസിനസ് വേണ്ടി ക്യാമറമാൻ അനീഷിനൊപ്പം സെയ്ത് മാരാർ സൈനിങ് ഓഫ്.